നമസ്കാരം, ഞാൻ സിജിൽ. ഇൻഡസ് നെക്സൈലാണ് നിലവില് ഞാനിപ്പോ ഉള്ളത്. ഈ വിറ്റാരയുടെ ഫ്രണ്ടിലാണ്. ശരിക്കും മാരുതിയുടെ ആദ്യത്തെ ഈ വിറ്റാര അതാണ് നമ്മളെ മുമ്പിൽ ഇപ്പോൾ അൺവീൽ ചെയ്തിരിക്കുന്ന ഒരു വാഹനം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കാലത്തെ ഒരു കാത്തിരിപ്പിന് ശേഷം മാരുതി അടുത്ത കാലത്താണ് ഓട്ടോ എക്സ്പോയിലൂടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് അവതരിപ്പിച്ചത്. ആ ഒരു വാഹനം ഇപ്പോൾ നമ്മളെ മുമ്പിൽ ഇത് നിങ്ങൾക്കായിട്ട് റെഡിയാണ്. ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ചെറിയൊരു വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. ഈ വിറ്റാരയിൽ 2 ബാറ്ററി ഓപ്ഷൻ ആണ്. 49 കിലോ വാട്ട് അവറിന്റെ ഒരു ബാറ്ററിയും അതേപോലെ തന്നെ 61 കിലോ വാട്ട് അവറിന്റെ ഒരു ബാറ്ററിയും 2 വേരിയന്റിലായിട്ടാണ് വരുന്നത്. ഇതില് മാരുതി ഇതിന്റെ നിലവിൽ റേഞ്ച് പറഞ്ഞേക്കുന്നത് 500 കിലോമീറ്റർ പെർ ചാർജ് ആണ്. ഫുൾ ചാർജിന് 500 കിലോമീറ്റർ ആണ് റേഞ്ച് പറഞ്ഞേക്കുന്നത്. ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു സെഗ്മെന്റിൽ മാർക്കറ്റിൽ, അതായത് ഇന്ത്യൻ മാർക്കറ്റിൽ ഇറങ്ങിയിരിക്കുന്ന വാഹനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഫീച്ചർ ലോഡായിട്ടുള്ള ഒരു വാഹനമാണ്. നമുക്ക് പുറത്തുനിന്ന് തന്നെ ഈ ഒരു ലുക്ക് കണ്ടാൽ അറിയാം. തനതായ ഒരു EVയുടെ പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ഒരു ഹെർടെക് ഈ പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വാഹനം ഇറങ്ങിയിരിക്കുന്നത്. ഫ്രണ്ടിൽ ഈ ഒരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു ഡിസൈൻ ഒക്കെ പറയുന്നത് മാരുതിയിൽ തന്നെ ആദ്യമായിട്ടാണ്. പിന്നെ EVയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞ പോലെ നമുക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 18 ഇഞ്ച് ടയർ സൈസ് ആണ്. ഡ്യുവൽ ടോൺ ടയർ ആണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ വീൽ ആർച്ച് ക്ലാഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു വാഹനം ശരിക്കും ഒരു EV വാഹനത്തെക്കാൾ കൂടുതൽ നമുക്കൊരു SUV എന്ന് വേണമെങ്കിലും പറയാം. കാരണം SUVയുടെ തന്നെ എല്ലാ ക്യാരക്ടറും ഈ ഒരു വാഹനത്തിലുണ്ട്. 10 രീതിയിൽ സീറ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അതും പവേർഡ് ആണ്, ഇലക്ട്രിക് ആണ്. അതുകൂടാതെ കോമ്പറ്റേറ്റേഴ്സിനെ അപേക്ഷിച്ച് ഞങ്ങൾക്ക്, അതായത് ഈ വിറ്റാരയിൽ 7 എയർ ബാഗ് ഉണ്ട്. അതായത് ബാക്കി 6 എയർ ബാഗ് എവിടേക്കാന്ന് അറിയാം. 7ാമത്തെ ഒരു എയർ ബാഗ് എന്ന് പറയുന്നത് ശരിക്കും ഡ്രൈവറുടെ കാൽമുട്ടിൻ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ ഇതിൽ പറയുമ്പം നമ്മളെ കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സും കൂടെ ഇതിൽ ആഡായി വരുന്നുണ്ട്. അതേപോലെ തന്നെ ആക്സസ് സ്വിച്ച്, ബോഡി കളർ ഡോർ ഹാൻഡിൽ, പിന്നെ അതേപോലെ തന്നെ ഈ റിയർ ഡോർ ഹാൻഡിൽ എന്ന് പറയുമ്പോൾ മാരുതിയിൽ നമ്മൾ കണ്ട് വളർന്ന് പരിചയമുള്ള ഒരു ഡോർ ഹാൻഡിലാണ്. സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് തികച്ചും ഒരു മാട്രിക്സ് LED ടെയിൽ ലാംപ്സ് ആണ് തന്നേക്കുന്നത്. 3 ഡോട്ട് ആണ്. പിന്നെ അതേ കൂടാതെ നല്ലൊരു കുറച്ചുകൂടെ വീതി തോന്നിക്കുന്ന ഒരു സ്പോയിലർ തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഹൈ മൗണ്ടഡ് ടെയിൽ ലാംപ്സ്, ഡിഫോഗർ, വൈപ്പർ എല്ലാം തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ക്ലിയർ ഗ്ലാസിന്റെ ഒരു RCL റിയർ കോമ്പിനേഷൻ ലാമ്പ് തന്നിട്ടുണ്ട്. പക്ഷെ അത് കണക്റ്റഡ് അല്ല. നമുക്ക് ഈ കാണുന്ന പോലെ തന്നെയുള്ള പീസ് ആയിട്ടാണ് നിലവിൽ ഈ വിറ്റാരയിൽ വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു E4Me എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു മൊബൈൽ ആപ്പാണ്. മൊബൈൽ ആപ്പിൽ നമുക്ക് ചാർജിങ് സ്റ്റേഷൻ ലൊക്കേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ചാർജിങ് സ്ലോട്ട് ബുക്ക് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ 1000+ സിറ്റീസിൽ നമുക്ക് സർവീസ് ഓൺ വീൽസ് അവൈലബിൾ ആണ്. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു ആപ്പാണ് ഈ ഒരു E4Me ആപ്പ്. അതുകൊണ്ടാണ് വിറ്റാരയ്ക്ക് ഈ വിറ്റാര എന്നുള്ള പേര് വന്നേക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ വിറ്റാരയുടെ ഇന്റീരിയർ എങ്ങനെയാണെന്ന് പരിചയപ്പെടാം. വാ. ശരിക്കും മൾട്ടിപ്പിൾ കളർ ഓപ്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ബ്ലാക്ക് ഉണ്ട്, ഗ്രേ ഉണ്ട്, ബീജ് ഉണ്ട്, അങ്ങനെ ഒത്തിരി കളേഴ്സോടെയാണ് ഈ വിറ്റാരയുടെ ഇന്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ശരിക്കും നമുക്ക് ഒരു വാഹനത്തിലും ഈ ഒരു ഡിസൈൻ കണ്ട് പരിചയം ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. കാരണം അത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ അത്രയും ലക്ഷറീസ് ആയിട്ടാണ് ഈ ഒരു ഇന്റീരിയർ ഈ വിറ്റാരയിൽ മാരുതി കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ ഓരോ ഫീച്ചേഴ്സും ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞുതരാം. നമുക്ക് നോർമൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് പവർ വിൻഡോസ് ഉണ്ട്, ഇതേപോലെ മിറർ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതേ കൂട്ട് ക്രോം ആയിട്ടുള്ള ഒരു ഡോർ ഹാൻഡിൽ ക്രോം വന്നു. പിന്നെ ബീജ് കളർ വന്നു. പിന്നെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ പുതുതായിട്ടുള്ള ഒരു ഡ്യുവൽ സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് വന്നേക്കുന്നത്. മാരുതിയിൽ തന്നെ ആദ്യമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിന്റെ ഡ്രൈവിംഗ് സീറ്റ് എന്ന് പറയുന്നത് 10 രീതിയിൽ ഇതിനെ പൊസിഷനിങ് ചെയ്യാം. അതും പവേർഡ് ആണ്, ഇലക്ട്രിക്കലി ആണ്. അത് ശരിക്കും ഡ്രൈവിംഗിൽ നമുക്ക് അത്രയും എൻഹാൻസ് ആയിട്ടുള്ള ഒരു കംഫോർട്ട് വരുന്നുണ്ട്. അതായത് ഇന്റീരിയേഴ്സ് നമുക്കൊന്ന് ബ്രീഫായിട്ട് പരിചയപ്പെടാം. നമുക്ക് അത്യാവശ്യം ഇതേപോലെ ടിൽറ്റും ടെലിസ്കോപ്പിക് ഉള്ള ഒരു സ്റ്റിയറിംഗ് ആണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും റണ്ണിങ്ങിൽ. പിന്നെ ഡ്രൈവർ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞു. പിന്നെ 360 ക്യാമറയുണ്ട്. പിന്നെ സൺറൂഫിന് പകരം മൂൺ റൂഫ് ആണ്. കാരണം നമുക്ക് ഗ്ലാസ് ഫിക്സഡ് ആണ്. നമുക്ക് ഗ്ലാസ് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. പകരം നമുക്കൊരു ഷെയ്ഡ് ഉണ്ട്. അതിൽ നമുക്ക് നമ്മളെ മൂൺ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അതേപോലെ എയർ ബാഗിന്റെ കാര്യം പറഞ്ഞു. 7 എയർ ബാഗ് ആണ് വരുന്നത്. ശരിക്കും ഡ്രൈവറുടെ ഈ ഒരു കാൽമുട്ട് നീ സേഫ്റ്റി ആണ് ആ ഒരു 7ാമത്തെ എയർ ബാഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു റോട്ടറി നോബാണ്. ഇപ്പം ശരിക്കും പാർക്കിലാണ്. ഇവിടെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ഉണ്ട്. പാർക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പുഷ് ചെയ്തിട്ട് നേരെ റിവേഴ്സിലേക്ക് ഇട്ടാൽ വണ്ടി റിവേഴ്സായി. 360 ക്യാമറ നമ്മൾ കണ്ടു. ഓക്കെ, ഇതേപോലെ തന്നെ നമ്മൾ പുഷ് ചെയ്തിട്ട് ന്യൂട്രലിലേക്ക് ഇടുന്നു. ന്യൂട്രലിൽ നിന്ന് നേരെ ഡ്രൈവിലേക്ക് പോകണം. ഇതാണ് ശരിക്കും റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവിന്റെ ഒരു മൂവ്മെന്റ്സ് വരുന്നത്. പിന്നെ ഇത് കൂടാതെ ഇവിടെ സ്നോ മോഡ് ഉണ്ട്, ഡ്രൈവ് മോഡ് ഉണ്ട്. ഇതൊക്കെ ഒരു ബാറ്ററി ഓപ്പറേറ്റഡ് അല്ലെങ്കിൽ സ്നോ ഹൈബ്രിഡ് വെഹിക്കിളിൽ വരുന്ന ഫീച്ചേഴ്സ് ആണ്. കപ്പ് ഹോൾഡർ ഉണ്ട്, കംപ്ലീറ്റ് ഗ്ലോസി ആണ്. ഗ്ലോസി ബ്ലാക്കിലാണ് കൊടുത്തേക്കുന്നത്.
സീറ്റ് വെന്റിലേഷൻ വരുന്നു, ഡ്രൈവർ കോ ഡ്രൈവർ സീറ്റ് വെന്റിലേഷൻ വരുന്നു. പിന്നെ അതേ കൂടാതെ വയർലെസ് ചാർജർ വന്നു. അപ്പൊ ഒത്തിരി ഫീച്ചേഴ്സോട് കൂടിയാണ് ഈ ഒരു ഇ വിറ്റാര വന്നേക്കുന്നത്. എന്തുകൊണ്ടും നമുക്ക് ഇപ്പം EV എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കസ്റ്റമർ മാരുതിയിൽ നിന്നുള്ള ഒരു EV പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്ക് ഒരു തരത്തിലും എന്താ ഒരു ഒരു മുഷിപ്പ് തോന്നാത്ത രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ഈ ഒരു ഇ വിറ്റാരയിൽ കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയാൻ ബാക്കിലത്തെ, അതായത് റിയർ സീറ്റ്, അതിന്റെ ഒരു കോമ്പിനേഷൻ അഡ്ജസ്റ്റ്മെന്റ് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ നമുക്ക് പറയാനുള്ളത് MID ആണ്, മൾട്ടി ഇൻഫോർമേഷൻ ഡിസ്പ്ലേ. അതുകൂടാതെ നമ്മളെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വരുന്നു. ഇത് വയർലെസ് ആണ്. ശരിക്കും ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, നാവിഗേഷൻ എല്ലാം ഉണ്ട്. ഇത് ശരിക്കും ഇന്റഗ്രേറ്റഡ് ആണ്, കാരണം MID-യും ഈ ഒരു ഇൻഫോർടൈൻമെന്റും കൂടെ കണക്റ്റഡ് ആണ്. 26.4-ഉം 25.65 ആണ് ഇതിന്റെ മെഷർമെന്റ് വരുന്നത്, മീൻസ് ഇതിന്റെ സൈസ് വരുന്നത്. പിന്നെ ഇതിൽ ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് മെയിൻ ആയിട്ട് ഒരു SOS കോൾ ഓപ്ഷൻ വരുന്നുണ്ട്. SOS എമർജൻസി കോൾ ഓപ്ഷൻ വരുന്നുണ്ട്. അതെ, ഒരു സേഫ്റ്റി ഫീച്ചർ ആണ്. പിന്നെ അവാസ് ഉണ്ട്, അറിയാലോ അവാസ്. അതേപോലെ തന്നെ ADAS സിസ്റ്റം വരുന്നുണ്ട്. സേഫ്റ്റിയിൽ ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാത്ത ഈ ഒരു നെക്സ വഴിയാണ് ഈ ഒരു ഇ വിറ്റാര വരുന്നതെന്നുള്ള കാര്യം ഇതിലൂടെ അറിയിക്കുന്നു. 2700 mm വീൽ ബേസ് വരുന്ന ഈ ഒരു ഇ വിറ്റാരയുടെ ലെഗ് റൂം ഈ ഒരു വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും. അത്രയും സ്പേഷ്യസ് ആണ്. സാധാരണ EV-യിൽ അങ്ങനെ ഒരു സ്പേസ് പറയാറില്ല, പക്ഷെ എന്നാലും ഇതിപ്പോ നിങ്ങൾ നേരിട്ട് കണ്ട് അനുഭവിച്ചറിയുവാണ്. പിന്നെ ഈ ഒരു റിയർ സീറ്റ്, അതായത് മാരുതിയിൽ ആദ്യമായിട്ട് വന്നേക്കുന്നത് ഈ സ്ലൈഡിംഗ് ആണ്. ഈ ഒരു റിയർ സീറ്റ് വന്നേക്കുന്നത്. ഈ വിറ്റാരയുടെ റിയർ സീറ്റ് എന്ന് പറയുന്നത് റിക്ലൈൻ ആണ്, അതേപോലെ തന്നെ സ്ലൈഡിംഗും ആണ്. റിക്ലൈൻ എന്ന് പറയുമ്പോൾ 40-20-40:2 ഇത് റിക്ലൈൻ ചെയ്യാൻ പറ്റുന്നത്. ഇതിൽ നമുക്ക് ആംറസ്റ്റ് വിത്ത് സ്റ്റോറേജ് സ്പേസ്, കപ്പ് ഹോൾഡേഴ്സ് വന്നു. അപ്പൊ അത്രയും കൺവീനിയന്റും അത്രയും കംഫർട്ട് ആയിട്ടുള്ള ഒരു ഡിസൈൻ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്പേസ് ആണ് ഈ ഒരു ഇ വിറ്റാരയിൽ കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിന്റെ കളർ ടോൺ തന്നെ കാണുമ്പോൾ നമുക്കറിയാം, ഒരു ബ്ലാക്ക് ഗ്രേ ബീജ്, ഒരു എന്താ പറയാ, ഒരു ട്രിപ്പിൾ കളർ കോമ്പിനേഷനാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രൈവസി ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ബാക്കിലത്തെ സീറ്റിംഗ് എന്ന് പറയുന്നത് കുറച്ച് ഹൈറ്റിലാണ്. നമ്മൾ ഈ തിയേറ്ററിലേക്ക് സീറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഫ്രണ്ട് സീറ്റിനെക്കാട്ടും സിറ്റിംഗ് കുറച്ചുകൂടെ ഹൈറ്റിലാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് റോഡ് വ്യൂ കുറച്ചുകൂടെ ബാക്കിലിരിക്കുന്ന യാത്രക്കാർക്കാണ് നമ്മൾ ട്രിപ്പ് പോകണമെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ എന്താ പറയാ ഒരു ബുദ്ധിമുട്ടും ഇല്ല ആ തരത്തിൽ. പിന്നെ AC ഇവന്റ് സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ് ആയിട്ടുള്ള AC ഇവന്റ്, ചാർജിംഗ് പോർട്ട്, റൂം ലാംപ്സ് എല്ലാം തന്നെ ഈ വിറ്റാരയിലുണ്ട്. എന്താണ് ഇനി ഇല്ലാത്തത് എന്ന് ചോദിക്കാം. നിലവിൽ ഇതിന്റെ പ്രൈസും കാര്യങ്ങളും മാരുതി അനൗൺസ് ചെയ്തിട്ടില്ല. പ്രൈസ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ മാക്സിമം പോയ ആഴ്ചകൾക്കുള്ളിൽ വരുന്നതാണ്. അപ്പൊ നമ്മൾ ഈ ഒരു വ്ലോഗ് ത്രൂ തന്നെ നിങ്ങൾ എല്ലാവരിലെയും ഈ ഒരു പ്രൈസ് എത്തിക്കുന്നതാണ്. ഇതിന്റെ പ്രത്യേകിച്ച് പറയാനുള്ളത് കംപ്ലീറ്റ്ലി ഇലക്ട്രിക് വെഹിക്കിൾ ആണ്. 2 ബാറ്ററി ഓപ്ഷൻസ് ആണ്. 500 കിലോമീറ്റർ ആണ് ഇതിന്റെ റേഞ്ച് പറയുന്നത്. പിന്നെ നിങ്ങൾക്കറിയാം മാരുതി വെഹിക്കിൾ ആണ്. സർവീസ് നെറ്റ്വർക്ക് ഓരോ 30 കിലോമീറ്ററിനുള്ളിൽ സർവീസ് നെറ്റ്വർക്ക് ഉണ്ട്. പാർട്സ് അവൈലബിലിറ്റി, അങ്ങനെ ഒരുപാട് പ്ലസ് പോയിന്റ്സ് ഒരു EV എടുക്കാനിരിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും വരുന്നത് 3 കാര്യങ്ങളായിരിക്കും. ഒന്ന്, ഈ ഒരു വാഹനത്തിന്റെ റേഞ്ച്. രണ്ടാമത്, ഈ ഒരു വാഹനം ചാർജ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ചാർജിങ് സ്റ്റേഷൻ അവൈലബിലിറ്റി. അതുകൂടാതെ ആഫ്റ്റർ സെയിൽ സപ്പോർട്ട്. ഈ 3 കാര്യങ്ങളും റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി മാരുതി ഇ വിറ്റാരയിൽ പുതിയൊരു ആപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് E4Me. ഈ ഒരു ആപ്പ് ത്രൂ നിങ്ങൾക്ക് ചാർജിങ് സ്റ്റേഷന്റെ അവൈലബിലിറ്റി, ചാർജിങ് സ്ലോട്ട് ബുക്ക് ചെയ്യാം. അതേപോലെ തന്നെ 1000 cities, മോർ ദാൻ 1000 cities നമ്മൾ സർവീസ് ഓൺ വീൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒത്തിരി ഫീച്ചേഴ്സ് ഈ ഒരു E4Me ആപ്പ് ത്രൂ വരുന്നുണ്ട്. അതുകൂടാതെ ഇതിന്റെ ബാറ്ററി ഓപ്ഷൻസ് പറഞ്ഞു. പിന്നെ മോർ ഓവർ ദിസ് ഈസ് എ പ്രോഡക്റ്റ് ഫ്രം മാരുതി. നമുക്ക് എവറി 30 കിലോമീറ്റേഴ്സിൽ നമ്മളൊരു മാരുതി സർവീസ് ഉണ്ട്. പിന്നെ ഇതിന്റെ ആഫ്റ്റർ സെയിൽ അല്ലെങ്കിൽ ഇതേപോലെ സർവീസിങ് അങ്ങനെ 24/7 മാരുതി അവൈലബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ EV എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ ഈ ഒരു ഇ വിറ്റാര ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. ഇതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ അറിയാം. എന്നിട്ട് ഒന്നുകൂടെ ചിന്തിച്ചതിന് ശേഷം മാത്രം ഈ ഒരു മാരുതി ഇ വിറ്റാരയിലേക്ക് വരാം. അപ്പം ഞാൻ ഒന്നുകൂടി പറയുന്നു, എന്റെ പേര് സിജിലാണ്. ഞാൻ ഇൻഡസ് നെക്സയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഓൾ കേരള നെക്സയുടെ സ്ഥാപനങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇൻഡസിന്റെ സ്ഥാപനമുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഒരു ബ്ലോഗിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. നിങ്ങളൊരു മാരുതി പ്രോഡക്റ്റ് ഏതോ ആയിക്കോട്ടെ, ആൾട്ടോ കേട്ടൺ മുതൽ ഞങ്ങളുടെ ഇപ്പൊ ന്യൂലി ലോഞ്ച് ചെയ്തേക്കുന്ന ഈ വിറ്റാര വരെ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് മാരുതി വെഹിക്കിൾസിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ, അല്ലെങ്കിൽ പുതിയ വാഹനം എടുക്കണം, അല്ലെങ്കിൽ പഴയത് മാറണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സർവീസ് ചെയ്യണം, അല്ലെങ്കിൽ ഇൻഷുറൻസ് റിന്യൂ ചെയ്യണം, അങ്ങനെ മാരുതി സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും എന്റെ വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കുന്നതാണ്. ഞങ്ങൾക്ക് ഒന്നുകൂടെ പറയാണ്, ഓൾ കേരള നെറ്റ്വർക്ക് ഉണ്ട്, ഓൾ കേരള ഡെലിവറി ഉണ്ട്, ഓൾ കേരള സർവീസ് ഉണ്ട്. ഇൻ കേസ് ഔട്ട് ഓഫ് കേരള ആണെങ്കിലും ഞങ്ങൾ അവിടെ ഡെലിവറി തരുന്നതാണ്, അവിടെ സർവീസും കാര്യങ്ങളും മൊത്തം. അപ്പം മാരുതി സുസുക്കി റിലേറ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും എന്റെ ഈ വാട്സപ്പ് നമ്പറിൽ ഈ ഒരു ബ്ലോഗ് ത്രൂ കോൺടാക്ട് ചെയ്യുന്നതാണ്. വൺസ് അഗൈൻ താങ്ക് യു.